ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛൻ എനിക്ക് വാരി തിരുന്നത് കണ്ടിട്ട് ഈ ശാരദാമ്മയ്ക്ക് കുശുമ്പാ. ഇപ്പൊ പിന്നെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനും എനിക്ക് ഒരുപാട് വാരി തന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെന്തിനാ ഞാൻ നിന്നോട് കുശുമ്പ് കാണിക്കുന്നത്? എന്നാലും എന്റെ അച്ഛനെ പോലെ ഇത്രയും പാവമൊന്നും ആയിരിക്കൂല ശാരദാമ്മയുടെ അച്ഛൻ. പാവാണെന്നേ ആര് പറഞ്ഞു? കള്ളനാ, നല്ല പേരും കള്ളൻ. എനിക്കല്ലേ അറിയൂ. ഓ പിന്നെ അവരെന്തേലും പറഞ്ഞോട്ടെ അച്ഛാ. അച്ഛൻ നാളെയും വരണം. നമുക്ക് എന്നും ഇവിടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. നടന്നത് തന്നെ. ഇന്ന് തന്നെ പിടിച്ച പിടിയാലെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് തന്നെ. എന്റെ പൊന്നു മോളെ, അവിടെ ചോറും കൊണ്ട് ഒരാളിപ്പോ കാത്തിരിക്കുന്നുണ്ടാവും. സത്യാമ്മ കഴിച്ചില്ലെങ്കിൽ വിവരം അറിയും അല്ലേ വിഷ്ണുട്ടാ? ആണോ അച്ഛാ? കുഴപ്പമില്ല, അച്ഛനെ ചെല്ലേണ്ട സമയം ആവുന്നേ ഉള്ളൂ. ഒരു ചപ്പാത്തിയുടെ എടുക്കട്ടെ? ഏയ് വിശക്കണില്ല, അതുകൊണ്ടാ. മോള് കഴിക്കേ. ഫോൺ ബെല്ലടിക്കുന്നു. മോൾ അവിടെ ഇരിക്കേ, ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ ഇരുന്ന് കഴിക്കേ. വേണ്ട, ഞാൻ എടുത്തോളാം. പപ്പിയായിരിക്കും. മോളെ ഇടി കുഞ്ഞേ, പറയുന്ന കേക്ക്. അതെ വിഷ്ണുട്ടാ, ജോലി കിട്ടിയോ? അതെങ്ങനെ താനറിഞ്ഞേ? അതൊക്കെ അറിഞ്ഞു. വിഷ്ണുവേട്ടൻ എവിടെയൊക്കെ ഇന്റർവ്യൂവിന് പോയാലും അതൊക്കെ കൃത്യമായിട്ട് അറിയിക്കാനേ എനിക്കവിടെ ആളുണ്ട്. ഞാനേ കളക്ടർ. ഈ ജില്ല മൊത്തം എന്റെ നെറ്റ്വർക്കിന്റെ കീഴില. ഒരില അനങ്ങിയ ഞാൻ അറിയും. എന്നിട്ട് പറ, എന്ത് ജോലിയാ കിട്ടിയേ? ലോറിയോട്ടം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഓട്ടത്തിലെല്ലാം ശരിയായിക്കൊള്ളുന്ന സുബേർക്ക് പറഞ്ഞേ. അതാരാ? അത് ലോറി ഓണറാ, ഒരു പാവ മനുഷ്യനാ. പണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ആ ലോറി വാങ്ങിച്ചെന്നും അത് വെച്ചിട്ട് ഇത്രയും വലിയ ലോറിയുടെ മായെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹ. വിഷ്ണുട്ട, എന്നാലും നമുക്ക് ഈ ജോലി വേണോ വിഷ്ണുട്ടാ? ഇതല്ലാതെ മറ്റു ജോലികളൊന്നും കിട്ടില്ലേ? ഈ ജോലിക്ക് എന്താ കുഴപ്പം? പണ്ട് നമ്മള് തട്ടുകട കിട്ടാറില്ലല്ലേ? അതുപോലെ അല്ല വിഷ്ണുട്ടാ ഇത്. ഇതിപ്പം കാട്ടിലൊക്കെ തടിയെടുക്കാൻ പോവേണ്ടി വന്നാലോ? പോണം. വിഷ്ണുട്ടാ, എനിക്കെന്തോ പേടി പോലെ.